വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിദ്ധൂസ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറന്റ് സ്റ്റൈലിൽ ഒരു കൊത്തു പൊറോട്ടയാണ്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കൊത്തു പൊറോട്ട. കൊത്തു പൊറോട്ടയ്ക്ക് 6 പൊറോട്ട നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മളിവിടെ ഉണ്ടാക്കിയതല്ല, കടയിൽ നിന്ന് വാങ്ങിയതാണ്. അതിൽ ചേർക്കേണ്ട ചേരുവകളാണ് ഈ തയ്യാറാക്കി വെച്ചേക്കുന്നത്. ഇതിൽ 6 പൊറോട്ട ആയതുകൊണ്ട് 2 വലിയ സവാള, പിന്നെ 1 ക്യാരറ്റ്, പിന്നെ ഒരു 3-4 ബീൻസ് പച്ചക്കറി ചേർക്കുന്നതുകൊണ്ട്, ഇത് 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇനി ഈ 6 പൊറോട്ട എടുത്തതുകൊണ്ട് നമ്മൾ 4 മുട്ട ഇതിൽ ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. എത്ര മുട്ട വേണമെങ്കിലും ഇഷ്ടമുള്ളവർക്ക് രുചി അനുസരിച്ച് എത്ര മുട്ട വേണമെങ്കിലും ചേർക്കാം. ഇതിൽ ചേർക്കാനുള്ള പൊടികളാണ് ഈ ഇരിക്കുന്നതല്ല. ആദ്യം മഞ്ഞൾപ്പൊടി, രണ്ടാമത് കുരുമുളക് പൊടി, ഇത് പെരുജീരകപ്പൊടി, കറി മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്. സ്വാദനുസരിച്ച് നമുക്ക് ചേർക്കാം. എത്ര പൊറോട്ട ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് എരിവ് എത്ര വേണോ അത്ര കൂട്ടുകൾ ചേർക്കാം. ഇതിൽ ചേർക്കാനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ എടുക്കുന്നില്ല, പ്രത്യേകിച്ച് എടുക്കുന്നില്ല. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും മുളക് പൊടിയും എല്ലാം കൂടെ കൂട്ടി അരച്ചെടുത്ത ഒരു മിശ്രിതമാണ് ഇതിൽ ചേർക്കാനുള്ളത്. ഇത് തക്കാളി എടുക്കാത്തതുകൊണ്ട് ടൊമാറ്റോ സോസ് നമുക്ക് ചേർക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. പൊറോട്ടയിൽ ചേർക്കാനുള്ള ഉള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുക്കും. ഇതിൽ ചേർക്കാനായിട്ട് കൊത്തു പൊറോട്ടയിൽ ചേർക്കാനായിട്ടുള്ള ബീൻസ് ഇതേപോലെ നീളത്തിനരിഞ്ഞ്, ക്യാരറ്റ് നീളത്തിന് അരിഞ്ഞെടുക്കണം. പൊറോട്ട നമുക്ക് ഇതേപോലെ അരിഞ്ഞെടുക്കാം. ചക്ക അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കാം. പൊറോട്ട അരിഞ്ഞു കഴിഞ്ഞ് ഇനി ഇതെല്ലാം നമുക്ക് പാചകം ചെയ്തെടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കണം. ഉള്ളി മൂപ്പിച്ചെടുക്കാം. ഉള്ളി വാടി ക്യാരറ്റ്, ഇതിൻ്റെ കൂടെ ഉള്ളിയുടെ കൂടെ തന്നെ ക്യാരറ്റ് ബീൻസും കൂടെ ഇട്ട് കൊടുക്കും. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂണിന് 2 സ്പൂൺ കുരുമുളക് പൊടി, പെരുംജീരകം 1 സ്പൂൺ, ഒരല്പ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മയത്തിന് വേണ്ടി. എന്നിട്ട് മുട്ട നടുക്ക് എണ്ണയിൽ തന്നെ ഒഴിച്ച് മുട്ട ചുറ്റിയെടുക്കാം. ഇനി റെഡിയായി, മുട്ട റെഡിയായി. ഇനി പൊറോട്ട ഇട്ട് കൊടുക്കാം. നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചിയും മുളകും കൂടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ചേർത്ത് കൊടുക്കുക. പുളിക്ക് ആവശ്യമായിട്ട് ടൊമാറ്റോ സോസ് ചേർക്കാം. കൊത്തു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ കൊത്തു പൊറോട്ട ഇവിടെ റെഡി. മോള് ടേസ്റ്റ് എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അമ്മ. സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു അമ്മ. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യുക,
പിന്നെ ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം കമന്റ് ബോക്സിൽ ഇടുക. ഞാനും എൻ്റെ അമ്മാമ്മയും അതെല്ലാം ശരിയാക്കുന്നതായിരിക്കും. ബൈ.